വിടന്നെ, വിടാൻ! മയൂരിൻ്റെ ശരീരത്തിൽ നിന്നും പിടഞ്ഞിറങ്ങിക്കൊണ്ട് ജാനി പറഞ്ഞു. നിങ്ങളുടെ കുടുംബക്കാർ മുഴുവൻ എന്നെ ദ്രോഹിച്ചിട്ട് മാത്രമേ ഉള്ളൂ. നല്ല അമ്മാവനും അതിന് പറ്റിയ മരുമകനും. നിങ്ങൾ രണ്ടുപേരും മാത്രമാണ് എൻ്റെ ജീവിതം ഇവിടെ കൊണ്ടെത്തിച്ചത്. എന്നോട് അല്പമെങ്കിലും കരുണയുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ തന്നെ പോകാൻ ഒരു കാർ അറേഞ്ച് ചെയ്തു തരണം. ആ നീചനായ മനുഷ്യൻ ഇവിടെ താമസിക്കുന്നിടത്തോളം കാലം എനിക്കിവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ തന്നെ എനിക്കിവിടെ നിന്നും പോകണം, ജാനി വാശി പിടിച്ചുകൊണ്ട് പറഞ്ഞു. ജാനി, നീ എന്താ ഈ പറയണേ? ഇപ്പോൾ സമയം എത്രയായെന്നാ നിന്റെ വിചാരം? പാതിരാത്രിയായി. അതുമാത്രവുമല്ല, നാളെ മയൂരിയുടെ കല്യാണമല്ലേ, അത് കൂടിയിട്ട് പോയാൽ പോരെ? അല്ലെങ്കിലും നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ലല്ലോ നീ ഈ കല്യാണത്തിന് വന്നത്. മയൂരിയുമായുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിലല്ലേ? അപ്പോൾ പിന്നെ നീ ഇപ്പോൾ ഇവിടെ നിന്നും പോകുന്നത് ശരിയാണോ ജാനി? മയൂർ അവളെ ഉപദേശിച്ചു. നിങ്ങൾ എന്നെ ശരിയും തെറ്റുമൊന്നും പഠിപ്പിക്കണ്ട. എനിക്കിപ്പോൾ പോകണം. നിങ്ങളൊരു കാർ ഏർപ്പാടാക്കിയില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകും എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവളുടെ ഡ്രസ്സുകൾ പാക്ക് ചെയ്യാൻ തുടങ്ങി. എന്താ ജാനി, എൻ്റെ കല്യാണത്തിന് നിൽക്കാതെ നീ പോവുകയാണോ? റൂമിൻ്റെ വാതിക്കൽ നിന്നുകൊണ്ട് മയൂരി ചോദിച്ചു. നാളെയല്ലേ എൻ്റെ കല്യാണം, അത് കഴിഞ്ഞിട്ട് നിനക്ക് പോയാൽ പോരെ? അല്ലെങ്കിലും മറ്റാരുടെയും ബന്ധത്തിലല്ലല്ലോ നീ ഇങ്ങോട്ട് വന്നത്, എന്നോടുള്ള ബന്ധം കൊണ്ട് മാത്രമല്ലേ? അപ്പൊ പിന്നെ അമ്മാവൻ്റെ പേര് പറഞ്ഞ് നീ വഴക്കിട്ട് പോകുന്നത് ശരിയാണോ ജാനി? ഓ, അപ്പൊ അത്രയേ ഉള്ളൂ അല്ലേ നിനക്ക് എന്നോടുള്ള സ്നേഹം? മയൂരി അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു ജാനി. അപ്പോൾ അവൾ ഓടിച്ചെന്ന് മയൂരിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഞാൻ എല്ലായിടത്തും തോൽക്കുകയാണ് മയൂരി. എന്നെ എല്ലാവരും കൂടി തോൽപ്പിക്കാൻ നോക്കുന്നു. ഒരു പുഴുവിന് കൊടുക്കുന്ന വില പോലും ഞങ്ങളുടെ നാട്ടുകാർ എനിക്കും എൻ്റെ അമ്മയ്ക്കും തന്നിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് നിനക്കറിയോ? എന്നെ പിഴച്ച് പെറ്റവളായതുകൊണ്ട്. എന്തിനാ നാട്ടുകാരെ മാത്രം കുറ്റം പറയണത്? എന്നെ പ്രസവിച്ചതോടുകൂടി എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്നും പുറത്താക്കി. തന്തയില്ലാത്തവൾ എന്ന ഓമനപ്പേര് കേട്ടാണ് ഞാൻ വളർന്നത്. എൻ്റെ അമ്മയെയും എന്നെയും ഒരുപോലെ വഞ്ചിച്ചു പോയ ആ മനുഷ്യനെ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് ശപിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും കണ്ടുമുട്ടല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നൊക്കെ പദം പറഞ്ഞ് അവൾ കരഞ്ഞു. അവളുടെ സങ്കടം സഹിക്കാൻ കഴിയാതെ മയൂരിയും കരയുകയായിരുന്നു. ഇതൊക്കെ കണ്ടുനിന്ന മയൂരിൻ്റെ കണ്ണുകളും ഈറനണിഞ്ഞു. എൻ്റെ ഏട്ടനെ ഭർത്താവായി സ്വീകരിക്കണമെന്നോ അമ്മാവനെ അച്ഛനായി അംഗീകരിക്കണമെന്നോ ഒന്നും ഞാൻ നിന്നോട് പറയുന്നില്ല. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും സന്തോഷകരവുമായ ദിവസമാണ് നാളെ. നാളെ നീ എൻ്റെ അരികിലുണ്ടാകണം. ആ ഒരു അപേക്ഷ മാത്രമേ എനിക്ക് നിന്നോടുള്ളൂ. ചുണ്ടുകൾ വിതുമ്പിക്കൊണ്ട് മയൂരി പറഞ്ഞു. ശരി, മറ്റാരെയും ഞാൻ കണക്കാക്കുന്നില്ല. നിനക്ക് വേണ്ടി മാത്രം നാളെ ഒരു ദിവസം കൂടി ഞാൻ ഇവിടെ നിൽക്കാം. ജാനി കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. സങ്കടം മാറി ചുണ്ടിൽ പുഞ്ചിരി വിരിച്ചുകൊണ്ട് മയൂരി അവളുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. താങ്ക് യു ജാനി, താങ്ക് യു വെരി മച്ച്, മയൂരി ജാനിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആ ദിവസവും അങ്ങനെ കഴിഞ്ഞുപോയി. ഇന്നാണ് കല്യാണം. മണ്ഡപത്തിൽ 1000-ൽ പരം ആളുകളെ സാക്ഷിയാക്കി മയൂരി വിവാഹിതയായി. ഒരേ കളർ കോഡിലുള്ള ഡ്രസ്സുകളായിരുന്നു മയൂരും ജാനിയും തമ്പുരുവുമെല്ലാം ധരിച്ചിരുന്നത്. വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ മയൂരിൻ്റെ ഭാര്യ എന്ന നിലയിലാണ് ജാനിയെ അവർ പരിചയപ്പെടുത്തിയത്. അവൾക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ ചിരിച്ചു നിന്നുകൊടുത്തു. കല്യാണത്തിന് പല സന്ദർഭങ്ങളിലും വെച്ച് അവൾ ശ്രീജിത്തിനെ കണ്ടെങ്കിലും തീർത്തും അവഗണിച്ചു. നിന്റെ ഈ അവഗണനയെല്ലാം ഞാൻ അർഹിക്കുന്നു മോളെ. ഈ ജന്മം നീ എന്നെ സ്നേഹിച്ചില്ലെങ്കിലും എൻ്റെ എല്ലാ സ്വത്തിൻ്റെയും അവകാശി നീ മാത്രമാണ്. നീ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നീ എൻ്റെ മാത്രം മോളാണ്. ജാനിയെ നോക്കിക്കൊണ്ട് അയാൾ ചിന്തിച്ചു. പക്ഷേ അവൾ ഒരു നോക്കുകൊണ്ട് പോലും അയാളെ കടാക്ഷിച്ചില്ല. കല്യാണം കഴിഞ്ഞ് മയൂരി വരൻ്റെ ഒപ്പം പോകാനൊരുങ്ങവേ ജാനിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. നന്ദിയുണ്ട് ജാനി, എത്രയായാലും എൻ്റെ കല്യാണത്തിന് നീ പങ്കെടുത്തല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ജാനിയെ കെട്ടിപ്പിടിച്ചു. ശേഷം വളരെ സന്തോഷത്തോടു കൂടി അവൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് വരനോടൊപ്പം കാറിൽ കയറിപ്പോയി. അന്ന് വൈകുന്നേരം മുത്തശ്ശി ജാനിയെ കാണാനായി അവരുടെ മുറിയിലേക്ക് ചെന്നു. പറ മോളെ,
ഇനിയുള്ള നിന്റെ തീരുമാനം എന്താണെന്ന്. ഇനിയെങ്കിലും ഉചിതമായ ഒരു തീരുമാനം മോളെടുക്കണം. മുത്തശ്ശി അതീവ വിനയത്തോടെ പറഞ്ഞു. എൻ്റെ തീരുമാനങ്ങൾക്ക് ചെറിയൊരു മാറ്റം വരുത്തേണ്ടി വന്നു. അതെൻ്റെ മകൾക്ക് വേണ്ടി മാത്രം. എൻ്റെ മകൾക്ക് അവളുടെ അച്ഛനെ വേണം. അച്ഛൻ്റെ സ്നേഹം അവൾ ആഗ്രഹിക്കുന്നുണ്ട്. അച്ഛനെ സ്നേഹിക്കാനുള്ള മനസ്സും അവൾക്കുണ്ട്. എനിക്ക് കിട്ടാത്തതൊക്കെ അവൾക്ക് കിട്ടണം. പക്ഷേ എനിക്ക് ഭർത്താവിനെ വേണ്ട. അതുകൊണ്ട് മുത്തശ്ശിയുടെ പേരക്കുട്ടിയെ ഞാൻ എൻ്റെ മകളുടെ അച്ഛനായി മാത്രമേ അംഗീകരിക്കൂ. മുത്തശ്ശിയുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ജാനി പറഞ്ഞു. മതി മോളെ, അത് മതി. തമ്പുരുമോൾക്ക് അവളുടെ അച്ഛൻ്റെ സ്നേഹം നിഷേധിക്കരുത് എന്ന ഒരു പ്രാർത്ഥനയേ ഈ മുത്തശ്ശിക്കുണ്ടായിരുന്നുള്ളൂ. അതുപോലെ കാലങ്ങൾ കഴിയുമ്പോൾ നീയും നിന്റെ അച്ഛൻ്റെ സ്നേഹം തിരിച്ചറിയും. മുത്തശ്ശി സന്തോഷത്തോടെ പറഞ്ഞു. അച്ഛൻ? ആരുടെ അച്ഛൻ? ആ നീചനായ മനുഷ്യൻ്റെ കാര്യം ദയവ് ചെയ്ത് മുത്തശ്ശി എന്നോട് പറയരുത്. തമ്പുരു അവളുടെ അച്ഛനെ പെട്ടെന്ന് അംഗീകരിച്ചിരിക്കും. എന്നെപ്പോലെ ഒരു ഭാര്യമായിരുന്നില്ല അവളുടേത്. ആരുടെയും അവഗണനയും പരിഹാസവും ഒന്നും അവൾക്ക് കേൾക്കേണ്ടി വന്നിട്ടില്ല. അച്ഛനില്ല, അമ്മയില്ല എന്നൊരു ദുഃഖം മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം വാരിക്കോരി കൊടുത്താണ് ഞാൻ എൻ്റെ മോളെ വളർത്തിയത്. അച്ഛനെ ഓർത്തോ അമ്മയെ ഓർത്തോ അവൾക്ക് കരയേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അവൾ അവളുടെ അച്ഛനെ അംഗീകരിച്ചത്. പക്ഷേ ആ ഒരു നിലപാട് എന്നിൽ നിന്നും ആരും പ്രതീക്ഷിക്കണ്ട. അയാൾ മരിച്ചു എന്നറിഞ്ഞാൽ പോലും എൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ പോലും വരില്ല, ദൃഢനിശ്ചയത്തോടെ ജാനി പറഞ്ഞു. അന്നു തന്നെ മെറിനും എബിയും എബിയുടെ നാട്ടിലേക്ക് തിരിച്ചു. മെറിൻ ഒരാഴ്ച ലീവ് എടുത്താണ് പോയത്. പിറ്റേ ദിവസം രാവിലെ തന്നെ മയൂരും ജാനിയും തമ്പുരുവും തിരിച്ചു പോകാൻ ഒരുങ്ങി ഇറങ്ങി വന്നു. മക്കൾ ഇന്ന് പോവുകയാണ് അല്ലേ? മുത്തശ്ശി നിറ കണ്ണുകളോടെ ചോദിച്ചു. എന്തിനാ മുത്തശ്ശി കരയണേ? മുത്തശ്ശിക്ക് ഞങ്ങളുടെ കൂടെ വന്ന് താമസിക്കാലോ? തമ്പുരു മുത്തശ്ശിയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. താമസിക്കാം മോളെ, ഈ മുത്തശ്ശി വന്ന് താമസിക്കാം. പക്ഷേ ഇപ്പോഴല്ല. മോളുടെ അച്ഛനും അമ്മയും ഒരുമിച്ച് ജീവിക്കുന്ന സമയം വരട്ടെ. അപ്പോൾ മുത്തശ്ശി നിങ്ങളുടെ കൂടെ വന്ന് താമസിക്കാം. ഉറപ്പായും താമസിക്കാം. നിറകണ്ണുകളോടെ മുത്തശ്ശി ജാനിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. മുത്തശ്ശിയുടെ പെട്ടെന്നുള്ള കണ്ണ് നിറഞ്ഞുള്ള സംസാരം ജാനിയുടെ മനസ്സിലും എവിടെയൊക്കെയോ ഒരു നീറ്റൽ അനുഭവപ്പെട്ടു. കലയ്ക്കും ശ്രീനാഥിനുമെല്ലാം സങ്കടം തന്നെയായിരുന്നു. അവർ ഇറങ്ങാൻ നേരം എല്ലാവരും പൂമുഖത്തേക്ക് വന്നു. ശ്രീജിത്തും ബവ്വിയും അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. എല്ലാവരോടും ചിരിച്ചുകൊണ്ട് യാത്ര പറഞ്ഞതിന് ശേഷം ജാനി കാറിൽ കയറാൻ പോകവേ, ജാനി മോളെ, ശ്രീജിത്ത് പുറകിൽ നിന്നും വിളിച്ചു. ശ്രീജിത്തിൻ്റെ വിളി കേട്ടതും അത്ര സമയം ചിരിച്ചു നിന്ന ജാനിയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. ഈ അച്ഛനോടൊരു വാക്കെങ്കിലും പറഞ്ഞിട്ട് പോ മോളെ, അയാൾ അപേക്ഷിക്കുന്നത് പോലെ പറഞ്ഞു. അപ്പോഴും അവൾ ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നോക്കാതെ ദേഷ്യത്താൽ വിറച്ചുകൊണ്ട് നിന്നു. തമ്പുരുമോൾക്കായി അയാൾ ഒരു പെട്ടി നിറയെ ചോക്ലേറ്റുകൾ നിറഞ്ഞ ബോക്സ് കൊടുത്തു. ദാ എൻ്റെ പൊന്നുമോൾക്ക് മുത്തച്ഛൻ്റെ വക എന്ന് പറഞ്ഞ് അവളെ അയാൾ ചേർത്ത് പിടിച്ചു. താങ്ക് യു മുത്തച്ഛ. ഈ മുഖത്ത് നോക്കി മുത്തച്ഛ എന്ന് വിളിക്കാൻ തോന്നണില്ല. ഇപ്പോഴും നല്ല ഹാൻസം ആണ്. എന്നാ ശരി, ഞാൻ പോട്ടെ, ബായ് എന്ന് പറഞ്ഞുകൊണ്ട് തമ്പുരുമോള് കാറിൽ കയറാൻ പോയതും ജാനി ഓടിച്ചെന്ന് ആ ചോക്ലേറ്റ് ബോക്സ് വാങ്ങി ദൂരേക്ക് വലിച്ചെറിഞ്ഞു. അതിലുണ്ടായിരുന്ന ചോക്ലേറ്റുകൾ മുഴുവൻ വായുവിൽ പറന്ന് അവിടെ ആകെ ചിതറി വീണു. കുറേ ചോക്ലേറ്റുകളെല്ലാം ബവ്വിയുടെയും ശ്രീജിത്തിൻ്റെയും ശരീരത്തിൽ തട്ടിത്തെറിച്ചുകൊണ്ട് നിലം പതിച്ചു. പിന്നീട് അവൾ ശ്രീജിത്തിനെ ദഹിപ്പിക്കുന്ന പോലെ ഒന്ന് നോക്കിയ ശേഷം ചവിട്ടിത്തുള്ളിക്കൊണ്ട് കാറിൻ്റെ ബാക്ക് ഡോറ് തുറന്ന് വലിയ ശബ്ദത്തോടെ ഡോറ് വലിച്ചടച്ചുകൊണ്ട് മുഖം തിരിച്ചിരുന്നു. കണ്ടു നിന്ന എല്ലാവർക്കും ആ കാഴ്ച വലിയ ദുഃഖമുണ്ടാക്കി. മനസ്സ് തകർന്നു നിന്ന ശ്രീജിത്ത് ഒരു കൈത്താങ്ങിനായി ബവ്വിയെ മുറുക്കെ പിടിച്ചു. എന്താ അമ്മാവ ഇതൊക്കെ? ജാനിയുടെ സ്വഭാവം അറിയില്ലേ? വെറുതെ എന്തിനാ മനസ്സിന് വലിയ ദുഃഖങ്ങൾ ഉണ്ടാക്കുന്നത്? അവളുടെ മനസ്സിന് മാറ്റം വരുന്നത് വരെ നമ്മൾ കാത്തിരുന്നേ മതിയാകൂ. ശ്രീജിത്തിനെ സമാധാനിപ്പിക്കാൻ എന്ന പോലെ മയൂർ പറഞ്ഞു. ഇല്ല കണ്ണ, അവൾ ഒരിക്കലും എന്നോട് പൊറുക്കില്ല. അവളുടെ ഈ അവഗണനയൊന്നും എനിക്കൊരു പ്രശ്നമല്ല. അതൊക്കെ അനുഭവിക്കാൻ ഞാൻ അർഹനാണ്. എന്ത് ശിക്ഷ വേണമെങ്കിലും ഞാൻ അനുഭവിക്കാം. വേണമെങ്കിൽ എൻ്റെ ജീവൻ തന്നെ അവൾക്ക് വേണ്ടി നൽകാം. പക്ഷേ
എൻ്റെ മോള് എന്നോടൊന്ന് ക്ഷമിച്ചാൽ മാത്രം മതി. എന്നെ കാണുമ്പോൾ ഒന്ന് ചിരിച്ചാൽ മാത്രം മതി. നെഞ്ചുപൊട്ടിയുള്ള കണ്ണീരിൽ കുതിർന്ന ഒരച്ഛൻ്റെ വാക്കുകളായിരുന്നു അത്. ശ്രീജിത്തിന്റെ നിസ്സഹായതയ്ക്ക് മുന്നിൽ ഒന്നും പറയാൻ കഴിയാതെ മയൂർ വന്ന് കാറിൽ കയറി. കാറ് മുന്നോട്ടെടുത്തു. തിരിച്ച് ഫ്ലാറ്റിലെത്തുന്നത് വരെ അവർ പരസ്പരം ഒന്നും സംസാരിച്ചില്ല. വണ്ടി കാർ പോർച്ചിൽ പാർക്ക് ചെയ്തതും ജാനി ചാടി ഇറങ്ങി ഒന്നും മിണ്ടാതെ ലിഫ്റ്റിൽ കയറി സ്വന്തം ഫ്ലാറ്റിലേക്ക് പോയി. ഇതാണ് പഴമക്കാർ പറയുന്നത്, പാലം കടക്കോളം നാരായണ, പാലം കടന്നാൽ കൂരായണ. ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയതാ ഈ പാവം ഞാൻ. ഒരു നന്ദി വാക്ക് പറയണ്ട. മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കെങ്കിലും ചെയ്യാമല്ലോ നിന്റെ ചേച്ചിക്ക്. അതിനൊക്കെ അല്പം മര്യാദ വേണം. അതെങ്ങനെയാ? മര്യാദ എന്ന വാക്കിന്റെ അർത്ഥം പോലും നിന്റെ ചേച്ചിക്ക് അറിയില്ല. അവൻ ജാനി പോയ വഴിയെ നോക്കിക്കൊണ്ട് തമ്പുരുവിനോടായി പറഞ്ഞു. അച്ഛൻ്റെ അല്ലേ ഭാര്യ, ഇത്രയൊക്കെ മര്യാദ പ്രതീക്ഷിച്ചാ മതി. അവളും തിരിച്ചു വിട്ടുകൊടുക്കാൻ പോയില്ല. നിന്റെയല്ലേ പുന്നാര ചേച്ചി. ചേച്ചിയും കൊള്ളാം, അനുജത്തിയും കൊള്ളാം. ഏതായാലും രണ്ടുപേരുടെ ബാഗ് കാറിലുണ്ട്. അതാരെടുക്കുമെന്ന് വെച്ചാ നിന്റെ ചേച്ചി ഇവിടെ നിന്നും ചവിട്ടിത്തുള്ളി പോയത്? ആഹാ, ഇതൊക്കെയല്ലേ ഗൃഹനാഥന്റെ ജോലി. ഭാര്യയെയും മകളെയും ഇഷ്ടമുള്ള സ്ഥലത്തേക്കൊക്കെ കൊണ്ടുപോവുക, അവരുടെ ബാഗെല്ലാം ചുമക്കുക, അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡെല്ലാം വാങ്ങിക്കൊടുക്കുക. ഇതൊക്കെ തന്നെയാണ് ഒരു പെർഫെക്റ്റ് ഹസ്ബൻഡിന്റെ ജോലി. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആഹാ, ഇത്രയൊക്കെ അറിവ് എൻ്റെ മോൾക്കുണ്ടായിരുന്നോ? ജാനിയുടെ അല്ലേ മോള്. ആ സ്വഭാവം എടുത്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അവൻ നെടുവീർപ്പെട്ടുകൊണ്ട് പറഞ്ഞു. ഇനി എൻ്റെ മോള് അധികം സംസാരിച്ച് ക്ഷീണിക്കാതെ പോയി റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞ് അവൻ ബാഗുകളെല്ലാം എടുത്ത് ലിഫ്റ്റിൽ വെച്ചു. രണ്ടുപേരും ഫ്ലാറ്റിന്റെ വാതുക്കലെത്തി. അവന്റെ കയ്യിലുണ്ടായിരുന്ന 3 ബാഗുകളും കൊണ്ട് അവൻ അവന്റെ ഫ്ലാറ്റിൽ കയറി. അയ്യോ അച്ഛാ, മറന്നു. ആ 2 ബാഗുകളും തായോ. ഈ ബാഗുകൾ ഇനി നിങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിക്കണ്ട. ഇത് ചുമന്ന് ഇവിടെ വരെ കൊണ്ടുവന്നത് ഞാനാണ്. ഞാനിത് എൻ്റെ ഫ്ലാറ്റിൽ തന്നെ വയ്ക്കും. എൻ്റെ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാൻ കഴിയൂ. പോയി നിന്റെ ചേച്ചിയോട് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഫ്ലാറ്റിന്റെ ഡോർ അടച്ചു. നോക്കിയിരുന്നോ, ഇപ്പൊ വരും ഭാര്യ. 18 അടവുകളും പൊട്ടിയപ്പോൾ 19ാമത്തെ അടവും കൊണ്ട് വന്നിരിക്കുകയാണ് മണ്ടനായ പോലീസുകാരൻ എന്ന് ചിന്തിച്ചുകൊണ്ട് തമ്പുരു അവളുടെ ഫ്ലാറ്റിലേക്ക് കയറിപ്പോയി. അന്നു മുഴുവനും ജാനിക്ക് മൗനമായിരുന്നു. ചോക്ലേറ്റ് വലിച്ചെറിഞ്ഞ ദേഷ്യത്തിൽ തമ്പുരുവും ജാനിയോട് അധികം സംസാരിക്കാൻ ചെന്നില്ല. പിറ്റേ ദിവസം സമയം ഏറെ കഴിഞ്ഞിട്ടും ജാനി ഉണർന്നില്ല. വിശന്നിട്ടാണെങ്കിൽ വയ്യ, ഈ ചേച്ചി എന്താ എണീക്കാത്തേ? ഇന്ന് സ്കൂളിൽ പോകണ്ടേ എന്നൊക്കെ ചിന്തിച്ച് തമ്പുരു ജാനിയെ വിളിക്കാൻ ചെന്നു. തലവഴി പുതച്ചു മൂടി കിടക്കുകയായിരുന്നു ജാനി. അപ്പോൾ, ചേച്ചി എന്താ ഇന്ന് സ്കൂളിൽ പോകണ്ടേ? ഞാനൊരു 5 മിനിറ്റ് ലേറ്റ് ആയാൽ ഇവിടെ കിടന്ന് ഭദ്രകാളി തുള്ളുമല്ലോ. ചേച്ചിക്ക് എന്താ, ഇതൊന്നും ബാധകമല്ലേ? തമ്പുരു എത്ര തന്നെ വിളിച്ചിട്ടും ജാനി എണീറ്റില്ല. ജാനിക്ക് എന്തു പറ്റിയതായിരിക്കും കൂട്ടുകാരെ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ, തോന്നലുകൾ, വിചാരങ്ങൾ എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ.